Hi everyone, welcome back. Welcome back to my channel. This is Ganitha Manjari, class 9, exercise set 3.1, third chapter, the world of numbers. Right? Shall we see the question? A merchant in the port city of Lothal is exchanging bags of spices for copper ingots. He received 15 ingots for every 2 bags of spices. If he brings 12 bags of spices to the market, how many copper ingots which he leave with? Okay, so the question എന്താ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് 15 ഇൻഗോട്സ് ഫോർ എവറി 2 ബാഗ്സ് ഓഫ് സ്പൈസസ്. ഓക്കെ, അപ്പം നമ്മളെ പുരാതന കാലത്തുള്ള സിറ്റി ഓഫ് ലോത്തലിൻ്റെയാണ് പറയുന്നത്. ലോത്തലിനെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെ ബാഗ്സ് ഓഫ് സ്പൈസസ് 2 ബാഗ്സ് ഓഫ് സ്പൈസസ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ആ മെർച്ചൻറ്റിന് 15 ഇൻഗോട്സ് ആണ് കിട്ടുന്നത്. ഈ ഇൻഗോട്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഇൻഗോട്സ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? കോപ്പർ ലോഹങ്ങളോ അല്ലെങ്കിൽ മെറ്റൽസ് ആണ് ഉദ്ദേശിക്കുന്നത്. കോപ്പർ മെറ്റൽസോ അല്ലെ ഗോൾഡോ അങ്ങനെ എന്തെങ്കിലും മെറ്റൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയാണ്. ഓക്കെ, 2 ബാഗ്സ് ഓഫ് സ്പൈസസ് കൊടുത്താൽ 15 ഇൻഗോട്സ് കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് യു ബ്രിങ്സ് 12 ബാഗ്സ് സ്പൈസസ് ടു ദ മാർക്കറ്റ്. അപ്പം ഒരാൾ ഒരു 12 ബാഗ്സ് ഓഫ് സ്പൈസസ് ടു ദ മാർക്കറ്റ് ആണെങ്കിൽ ഹൗ മെനി ഇൻഗോട്സ് വിൽ ഹി ലീവ് വിത്ത്? ആ മെർച്ചൻ്റ് എത്ര ഇൻഗോട്സ് കൊടുക്കണം എന്ന് മനസ്സിലായോ? 2 ബാഗ്സ് ഓഫ് സ്പൈസസിന് എന്താണ്? 2 ബാഗ്സ് ഓഫ് സ്പൈസസിന് എത്രയാണ് കിട്ടുന്നത്? 2 ബാഗ്സ് ഓഫ് സ്പൈസസ്. സ്പൈസസിന് 2 ബാഗ്സ് കൊടുക്കുമ്പം what you are getting? 15 ingots ആണ് he receives. Merchant receives 15 ingots. Okay, അപ്പം what will happen if 12 bags of spices? 12 bags of spices ആണ് 12 bags of spicesന് എത്ര ഇൻഗോട്സ് കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ റേഷ്യൻ പ്രൊപ്പോർഷൻ നമുക്ക് ചെയ്യാം. അപ്പോൾ ടു ബാഗ്സിന് 15 ആണെങ്കിൽ 12 ബാഗ്സ് 2 ഇൻറ്റു വിച്ച് നമ്പർ ഇസ് 12? 6 അല്ലേ? 2 6 ആ 12 ആണ്. അപ്പോൾ 2 ബാഗ്സിന് 15 ഇൻഗോട്സ് ആണെങ്കിൽ 12 ബാഗ്സിന് എന്താ ചെയ്യേണ്ടത്? ഈ 15ന് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 90 ഇൻഗോട്സ് കിട്ടും. ഓക്കെ, അപ്പോൾ 12 ബാഗ്സിന് എത്ര കിട്ടും? 90 ഇൻഗോട്സ് കിട്ടും. ഇത് റേഷ്യൻ പ്രൊപ്പോർഷനാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് യൂണിറ്ററി മെത്തേഡിലും ചെയ്യാം അത്. ഇപ്പം നമുക്ക് 2/12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? എന്താണ് ഇതിൻ്റെ റേഷ്യോ? 1/6 അല്ലേ? 2 goes on 12 6 times 1/6. അപ്പോൾ ഇതേമാതിരി തന്നെ 15 ആണ് വേണ്ടത്. 15/x ആണ് ശരിക്കും. അപ്പോൾ എത്ര നമുക്ക് വരും? ഇറ്റ് ഈസ് ഈക്വൽ ടു 1/6 എന്ന് കിട്ടണം. അപ്പോൾ 15 ഇൻറ്റു 6 ഇസ് 90 ആണ് കേട്ടോ. അപ്പോഴേ ഉള്ളത് 1/6. 15 goes on 90 6 times 1/6. ഇങ്ങനെ റേഷ്യൻ പ്രൊപ്പോർഷൻ ചെയ്യാം, അല്ലെങ്കിൽ യൂണിറ്ററി മെത്തേഡിലും ചെയ്യാം. യൂണിറ്ററി മെത്തേഡ് കുറച്ചും കൂടി ലെങ്തി ആയിരിക്കും. അപ്പോൾ ഇത് സോ ദ ആൻസർ ഈസ് 90 ഇൻഗോട്സ്. ഓക്കെ, സോ വിൽ സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3.1 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Look at the sequence of numbers on one column of the Ishanko bond: 11, 13, 17, 19. What do these numbers have in common? List the three numbers in that fit this pattern. That's the question. അപ്പം എന്താണ്? ലുക്ക് അറ്റ് ദ സീക്വൻസ് ഓഫ് നമ്പേഴ്സ്. നമുക്ക് സീക്വൻസ് ഓഫ് നമ്പേഴ്സ് എന്താ തന്നിരിക്കുന്നത്? 11, 13, 17, 19 ആണ് തന്നിരിക്കുന്നത്. വാട്ട് ഡൂസ് നമ്പേഴ്സ് ഹാവ് ഇൻ കോമൺ? എന്താ ഈ നമ്പേഴ്സിലെ കോമൺ എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്? ഇതിലെല്ലാത്തിലും കോമൺ എന്താ? ഇതിലെല്ലാത്തിനും കോമൺ ശരിക്കും പറഞ്ഞാൽ കോമൺ നമ്പർ എന്ന് പറഞ്ഞാൽ 1 മാത്രമേ ഉള്ളൂ. എന്താ 11ൻ്റെ ഫാക്ടേഴ്സ് എന്താ? 11 and 1 അല്ലേ? ഇനി 13ൻ്റെ ഫാക്ടേഴ്സ് എന്താ? 13 and 1. ഇനി 17ൻ്റെ ഫാക്ടേഴ്സ് എന്താ? 17 and 1. റൈറ്റ്? ഇനി 19ൻ്റെ ഫാക്ടേഴ്സ് എന്താ? 19 and 1. 19 and 1. ദാറ്റ് മീൻസ് കോമൺ ഫാക്ടേഴ്സ് ആ ഏതെങ്കിലും കോമൺ ഫാക്ടേഴ്സ് എന്താ? 1 1 1 1. എവ്രിവർ വി ക്യാൻ സി കോമൺ ഫാക്ടേഴ്സ് 1 അല്ലേ? അപ്പോൾ വാട്ട് ഡു ദിസ് നമ്പേഴ്സ് ഹാവ് ഇൻ കോമൺ? അപ്പോൾ ഒരു കോമൺ ഫാക്ടർ 1 ആണ്. പിന്നെ എന്തൊരു കോമൺ ആയിട്ടുള്ള നമുക്ക് എന്താ പറയാൻ പറ്റുക അതിൽ? 11, 13, 17, 19 ആർ പ്രൈം നമ്പേഴ്സ് ആണ്. കോമൺ ഫാക്ടർ ഇസ് 1. ഒരു കോമൺ ഫാക്ടർ ഉണ്ട്, അത് 1 ആണ്. കോമൺ ഫാക്ടർ ഇസ് 1. അപ്പം കോമൺ ഫാക്ടർ ഇസ് 1 അല്ലേ? പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. പ്രൈം നമ്പർ എന്താണ്? 11 is having 2 factors, 11 and 1, right? 13 is having 2 factors, 1 and 13 itself. 17 is having 2 factors, 1 and the 17 itself അല്ലേ? അപ്പോൾ 1 ആണ് കോമൺ ഫാക്ടർ. പിന്നെ കോമൺ ഫാക്ടർ 1 ആണ്. പിന്നെ എന്താ പറയുക അതിന്? ദീസ് ആർ പ്രൈം നമ്പേഴ്സ് ആണ്. ദീസ് ആർ പ്രൈം നമ്പേഴ്സ്. Prime numbers. Okay, a number which is having only 1 and the number itself is called a prime number അല്ലേ? അതർവൈസ് ഇറ്റ് ഇസ് കോൾഡ് കോമ്പോസിറ്റ് നമ്പർ, അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയാം. അപ്പം ദീസ് ആർ പ്രൈം നമ്പേഴ്സ് ആണ്. ദീസ് ആർ പ്രൈം നമ്പേഴ്സ്. ഓക്കെ, ഇനി ലിസ്റ്റ് ദ നെക്സ്റ്റ് ത്രീ നമ്പേഴ്സ് ദറ്റ് ഫിറ്റ് ദിസ് പാറ്റേൺ. അപ്പോൾ ഏതൊക്കെയാണ് നെക്സ്റ്റ് ത്രീ നമ്പേഴ്സ്? അപ്പോൾ 11, 13, 17, 19 given up to this 19 given. 19 വരെ 4 നമ്പേഴ്സ് ഉണ്ട്. അടുത്തത് എന്താണ്? 20 is a composite number, 21 is a composite number, 22 is a composite number. Next we can take 23, right? 23 is a prime number, 24 is a composite number, 25 is a composite number, 26 composite number, 27 composite number,
28 also composite number. Next one 29, right? 29, what are the factors of 29? 29 and 1, right? And then 30 la 31. 31 is the next 3. 31 is the last prime number. That is next 3 numbers ആണ് അവർ ചോദിച്ചിരിക്കുന്നത് ഈ പാറ്റേണിൽ. അപ്പോൾ 23, 29, 31 are next 3 numbers. Okay, now we'll see the next question. We know that natural numbers are closed under addition. The sum of any two natural number is always a natural number. Are they closed under subtraction? Provide a couple of examples to justify your answer. Okay, we know that natural numbers are closed under addition. അല്ലേ? അപ്പം നമുക്കറിയാലോ എന്താ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് ഒരു എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ എടുക്കാം. ഇഫ് 1 and 3 are taken from നാച്ചുറൽ നമ്പർ സെറ്റ്. ഓക്കെ, 1ഉം നാച്ചുറൽ നമ്പർ സെറ്റിലാണ്, 3യും നാച്ചുറൽ നമ്പർ സെറ്റിലാണെന്ന് വിചാരിക്കാം. രണ്ടുമാണ് നാച്ചുറൽ നമ്പേഴ്സ് ആർ സ്റ്റാർട്ടിങ് ഫ്രം 1, അറിയാലോ. അപ്പോൾ ഇതിൻ്റെ എന്തായാലും എഡിഷൻ്റെ ക്ലോസ്ഡ് ആണല്ലോ. ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ ക്ലോസ്ഡ് ആണ് നമ്മളെങ്ങനെ നോക്കുക? ക്ലോഷർ പ്രോപ്പർട്ടി എഡിഷനിൽ എങ്ങനെ നോക്കുക? അതായത് അതിൻ്റെ സം എടുക്കുക. സം എടുക്കുമ്പം സം ഓഫ് 1 and 3. സം ഓഫ് 1 and 3 എന്താ വരുന്നത്? സം ഓഫ് 1 and 3 is equal to 1 plus 3 is 4. ദിസ് 4 ബിലോങ്സ് ടു n ആണ്. 4 എന്നിലെ നാച്ചുറൽ നമ്പറിലെ ഒരു മെമ്പറാണ് 4, റൈറ്റ്? ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ സബ്ട്രാക്ഷൻ. അപ്പോൾ 4 ബിലോങ്സ് ടു n ആകുമ്പോൾ നമുക്ക് പറയാം ഈ എഡീഷൻ എന്താണ്? എഡീഷൻ ഈസ് കണ്ടോ, എഡീഷൻ എന്നുള്ള സൈൻ എന്തിലാണ്? ക്ലോസ്ഡ് അണ്ടർ എഡീഷനിലാണ്. ഓക്കെ, ക്ലോസ്ഡ് എഡീഷൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് അണ്ടർ എന്തിലാണ് നമ്മൾ പറയുക? എഡീഷൻ ഈസ് ക്ലോസ്ഡ്. എഡീഷൻ ഈസ് ക്ലോസ്ഡ് എന്ന് പറയാം നമുക്ക്. എഡീഷൻ ഈസ് ക്ലോസ്ഡ്. ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എഡീഷൻ ഈസ് ക്ലോസ്ഡ്. ബട്ട് നമ്മളിപ്പോൾ ഇനി സബ്ട്രാക്ഷൻ എടുക്കുകയാണ്. രണ്ട് നമ്പറിൻ്റെ സബ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നോക്ക് 1 minus 3. എന്താ 1 minus 3? -2. See, but -2, natural number set means all are positive numbers which is starting from 1. So -2 does not belongs to n ആണ്. -2 does not belongs to n ആണ്. That means we can say that it is not closed. And what we can say that are they closed under subtraction? Then which one? So it is not closed under natural numbers are not closed under subtraction. ഇങ്ങനെ എഴുതാം നമുക്ക്. Natural numbers are they closed? So natural numbers are not closed under subtraction. Under subtraction. Okay, ഇങ്ങനെ ഇത് എഴുതാം. അണ്ടർ സബ്ട്രാക്ഷൻ അല്ല. പ്രൊവൈഡ് എ കപ്പിൾ ഓഫ് എക്സാമ്പിൾസ് ടു ജസ്റ്റിഫൈ യുവർ ആൻസർ. എക്സാമ്പിൾ നമുക്ക് എന്തെടുക്കാം? 1ഉം 3യും എടുത്തിട്ട് ഇതിന് സബ്ട്രാക്ഷൻ എടുത്തിട്ട് ഇതിൻ്റെ റിസൾട്ട് കാണിക്കാം. റിസൾട്ട് ഇസ് -2 ആണ്, വിച്ച് ഡസ് നോട്ട് ബിലോങ്സ് ടു n ആണ്. Therefore it is not closed. Okay, thank you children.